ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ചിത്രദുർഗ ഫോർട്ടിലാണ് കേട്ടോ. ചിത്രദുർഗ ഫോർട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്, അതായത് രണ്ടാമത്തെ പാർട്ട്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചിത്രദുർഗ ഫോർട്ടിൽ നിന്ന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അലക്സ, ഈ വഴി നമ്മളിപ്പോൾ എങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പോകുന്ന വഴിക്കാൻ പറയണോ? അല്ല, അവിടെ ചെന്നിട്ട് പറഞ്ഞാലും മതി. കണ്ടപ്പോൾ ഒരു കൽമണ്ഡപം പോലെ. സത്യത്തിൽ കൽമണ്ഡപമാണോ അല്ലെങ്കിൽ ടെമ്പിൾ ആണോ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? അത് ശരിക്കും ഗാളി ഗോപുര, അതായത് ചൂട് സമയത്ത്, ചൂടുകാലത്ത് രാജാക്കന്മാരും അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ പോയിരുന്നിട്ടാണ് കാറ്റ് കൊള്ളുന്നത്. അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മണ്ഡപമാണ് ഈ പറയുന്ന ഗാളി ഗോപുര. ഗാളി ഗോപുര, അതാണോ പേര്? അതാണ് ഗാളി ഗോപുര എന്നാണ് പേര്. ഓക്കെ ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഈ ഒരു കവാടം കടന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? ഈ കവാടം കടന്ന് ഇനിയുണ്ടോ? ഓ എൻ്റെ പൊന്നു, ഇവിടെ എല്ലാം കൽമണ്ഡപങ്ങളാണ് കേട്ടോ. എൻ്റെ പിന്നെ വലിയൊരു പാറ. ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാം, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർട്ടാണ് ചിത്രദുർഗ ഫോർട്ട്. നിങ്ങൾ ബാക്കിയുള്ള പല ഫോർട്ടുകളും പോയിട്ട് സിംപ്ലി ആ ഫോർട്ട് അങ്ങനെയാണ്, അടിപൊളിയാണ്, സൂപ്പർ ആണെന്ന് പറയും. ചിത്രദുർഗ ഫോർട്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർട്ട് ഞാൻ കണ്ടതിൽ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോർട്ട് പറയാവോ? കണ്ടിട്ടില്ലല്ലോ. ഒരുപാട് ഫോർട്ട് ഉണ്ട്, ഓക്കെ, പക്ഷെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്രയും ഭംഗിയുള്ള ശരിയല്ലേ? ഹംപി പറയാം, ഓക്കെ, ഹംപി ഉണ്ട്. പക്ഷെ ഇത് ഇവിടെ എത്ര പേര് വരുന്നുണ്ട്? വളരെ കുറച്ച് ആളുകളെ വരുന്നുള്ളൂ. സൂപ്പർ ഫോട്ടോ. അല്ല, മലയാളികൾ അങ്ങനെ അധികം പേര് വന്നിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. സാധാരണ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം, ഞാൻ വന്നിട്ട് ഇത്ര നാളായിട്ടും ഒരു കോട്ടയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വരാതിരുന്നത്. ഇത്ര ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. ഗണ്ടിക്കോട്ടയല്ലേ, ഒരുപാട് ആൾക്കാർ പോകുന്ന സ്ഥലമാണ് ഗണ്ടിക്കോട്ട. എന്തുകൊണ്ടാ? മറ്റേ ഇത് കാണാൻ വേണ്ടിട്ട്, പാലം, പുഴ കാണാൻ വേണ്ടിട്ട്. അല്ല, അത് മാത്രമല്ല, ഗണ്ടിക്കോട്ട ഒരുപാട് ആൾക്കാർ പോയി കാണാൻ. ആ സ്ഥലത്തിന്റെ ഒരു ഭംഗിയും ഇതൊക്കെ ഇത് കാണാൻ വേണ്ടില്ല, കാനിയൻ ടൈപ്പ് കാണാൻ വേണ്ടിട്ട്. പിന്നെ ഹൈദരാബാദിലെ ആ കോട്ട, ഗോൽക്കൊണ്ട ഫോർട്ട്. എത്ര ആൾക്കാർ അവിടെ പോകുന്നറിയോ? അല്ല, അത് സത്യം നോക്കി, അതിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ ഒരു സാധനം പൊളിഞ്ഞിട്ടില്ല. ഇവിടെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ആക്ച്വലി കുറച്ച് വേസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, സമ്മതിച്ചേ പറ്റുള്ളൂ. മാത്രമല്ല നല്ല ഏക്കറിൽ കിടക്കുന്നതാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഏറ്റവും നല്ലത് രാവിലെ വരുന്നതുമാണ്. രാവിലെ 6 മണിക്ക് തുറക്കും, വൈകുന്നേരം 6 മണി. അതുകൊണ്ട് രാവിലെ 6 മണിക്ക് വരിക, എൻജോയ് ചെയ്യുക, 10 മണിക്ക് മുമ്പ് കാഴ്ചകൾ കാണുക, തിരിച്ചു പോവാം. യെസ്. അപ്പോൾ എന്തായാലും അലക്സ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കൽമണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ പോയി കാണാം. Sir, here you can see some structures, like some unique structure. Okay, this is called Aduhuli Atta. Oh, okay. Usually people will sit here in the rest time. Okay, just they will play by using some stones, some small stones, or some seeds like tamarind seeds, whatever, and also seashell also they can use to play this. So 2 members can play. 2 or 4 members also can play this. Okay. Alexa, നമ്മുടെ കല്ലുവെട്ടി കളിക്കില്ലേ, ആ സാധനം തന്നെ. ആടുപുലി അല്ല സാർ, പുലി പുലി. അല്ലെങ്കിൽ അവര് ശരിക്കും ടൈഗർ ആൻഡ് കാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്ന പോലെ പുലി ആടിനെ പിടിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് നമ്മൾ ശരിക്കും കല്ലുകൊണ്ട് വെച്ച് വെട്ടി കളിക്കുന്നു. അതിന് ശരിക്കും ആടുപുലിയാട്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെയുണ്ട്. അവിടെ ചമ്രം പടിഞ്ഞിരിക്കാൻ അലക്സിനെ കൊണ്ട് പറ്റൂല. അലക്സ് നിന്ന് കളിച്ചോളന്നല്ലേ? എന്തായാലും കൊള്ളാം. ശരി, അപ്പൊ പിന്നെയും ഇതുപോലത്തെ കവാടങ്ങളൊക്കെ കടന്ന് മുകളിലേക്ക് നമ്മൾ കയറുകയാണ്. എൻ്റെ മുന്നേ അലക്സ്, ഇത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ പടവുകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. അങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. കൈവരികളുണ്ട്, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മുകളിലേക്ക് അനായാസം കയറാം. ഇവിടെ ഒരു കാര്യം കേട്ടോ അലക്സേ, പ്രായഭേദമന്യേ എല്ലാവർക്കും വരാൻ പറ്റും. അത് വലിയൊരു കാര്യമല്ലേ? നമ്മൾ ഇന്നലെ പോയിടത്തൊക്കെ ജന്മത്തിൽ ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഒരു 40 വയസ്സ് 45 വയസ്സ് വരെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വലിഞ്ഞ് കയറാം. പ്രായമായവരും കയറുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. നമ്മളങ്ങനെ മോശം പറയുകയല്ല. എങ്കിൽ പോലും കുറച്ചുകൂടിയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ കഷ്ടപ്പെട്ടു അവിടെ കയറാനായിട്ട്, ഇറങ്ങാനും. ഇത് കുറേ ഉണ്ടല്ലോ ഈ കവാടങ്ങൾ. ഇവിടെ ഗാലി ഗോപുരം മാത്രമല്ല ഉള്ളത്, പിന്നെ ഇവിടെ ഹിഡംബേശ്വര ടെമ്പിൾ കൂടെ ഉണ്ട്. ഓ, ക്ഷേത്രമുണ്ട്. മഹാഭാരതത്തിന്റെ ഐതിഹ്യ പ്രകാരം ഇത് ഹിഡംബനും ഹിഡിംബിയും സഹോദരന്മാര് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ സ്ഥലം. ഇവിടെ കുന്തിദേവി പഞ്ചപാണ്ഡവരൊത്ത്
ഇവിടെ വന്ന് വനവാസത്തിന് വന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ ഹിഡംബന്റെ ശല്യത്തെക്കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. അങ്ങനെയാണ് ഹിഡംബനെ ഭീമൻ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും പക്ഷെ ഇവിടുത്തെ ലോക്കൽ ആയിട്ട് ഇവര് ഹിഡംബനെ ആരാധിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഹിഡംബേശ്വര ക്ഷേത്രം വന്നത്. സോ ഇവിടെ ഒരു ഹിഡംബേശ്വര ക്ഷേത്രമുണ്ട്, അതുകൂടാണ്ട് ഗാലി ഗോപുരമുണ്ട്. അങ്ങനെയൊക്കെ ഐതിഹ്യങ്ങളും പറയപ്പെടുന്നു. അതെ, ഓക്കെ, നല്ല കാര്യം. Inscription is there, Hidambeshwara. Not Hidambeshwara, overall this. Overall inscription. This is actually related with the Kadamba dynasty, I think. Yes, very good. Should we remove the chappals, sir? Yeah. Is it temple? Yeah, temple. It's temple, so we should remove. You have to remove. എന്തായാലും നിർബന്ധമായിട്ടും ചപ്പൽ ഊരിയതിന് ശേഷം മാത്രം അകത്തേക്ക് പ്രവേശിക്കുക. ഇന്നലെ കണ്ട കന്നഡയുടെ സൂപ്പർ സാധനം കേട്ടോ. ആണോ? ഇത് താഴെ ഇതുണ്ടോ, ഇത് ശരിക്കും അല കന്നഡ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ആ കന്നഡത്തിൽ എഴുതിയിരിക്കുന്ന ലിപിയാണ്. ഇതില് ഈ ഹിസ്റ്ററിയില് ഇതിനകത്താണ് കടമ്പ രാജവംശത്തിലെ മയൂരവർമ്മൻ ആണ് ഇവിടെ ഫസ്റ്റ് സെറ്റിൽ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. നമ്മുടെ മാഷിനും വായിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം കന്നഡയായിട്ട് പോലും ഓൾഡ് കന്നഡയാണ്. ഓൾഡ് കന്നഡയാണ്, അദ്ദേഹത്തിനും വായിക്കാൻ പറ്റുന്നില്ല. രാമകൃഷ്ണ പ്രസന്നത something is gone. പിന്നെ അത് ആർക്കും വായിക്കാൻ പറ്റില്ല. Okay, okay. Babadri. Try to read it. No sir. Few letters I can recognize because okay. That has the same letters. Can you recognize any of the letters or words from here? Yeah, Rama Krishna. അപ്പോൾ ഓൾഡ് കന്നഡ എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല. പഴയ മലയാളം ലിപി ഇല്ലേ, അതും ശരിയാണ്. 1 മുതൽ 10 വരെ എഴുതുന്ന നമ്പർ നമുക്ക് പറ്റില്ല. പിന്നെ നമുക്ക് നമുക്ക് ഇവിടുന്ന് സമയം കളയണ്ട. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് 3 പേർക്കും പഴയ കന്നഡ വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് താൽക്കാലികം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അലക്സിന് ഒട്ടും അറിയത്തില്ല, എനിക്ക് പിന്നെ കുറച്ചറിയാം, പക്ഷെ അത് വായിക്കാനുള്ള സമയം കിട്ടിയില്ല. അത് അല കന്നഡയല്ല അറിയുന്നത്, അല്ല ആശാൻ അറിയുന്ന കന്നഡ അല കന്നഡ എല്ലാം. അതാണ് എനിക്ക് പുതിയ കന്നഡ അറിയില്ല. ഈ പഴയതാകുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അത് തെളിയാത്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ വായിച്ചു തന്നെ. ഞാനൊരു സൂത്രം കാണിച്ചിട്ടെ, ക്യാമറ അങ്ങോട്ട് നോക്കൂ. ഓ, 2 പേര് താഴേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച. എന്റെ പൊന്നോ, മഴയത്ത് ഞാനൊന്നും ഇല്ല കളിക്ക്. ഇന്നലെ പോയി എന്തായാലും ഞാൻ കയറിയിരിക്കും. ഇതോ എനിക്കത് വീഡിയോ എടുത്തു തരണം, നിങ്ങളുടെ ചാനൽ ഇട്ടും തരണം. ഇല്ല, നിങ്ങൾ പോകില്ല, പോകാൻ പറ്റില്ല എനിക്ക് ആ വഴി കൂടെ. അവര് കയറുന്നില്ലേ, ആ പിള്ളേർ നോക്കി അവര് കയറുന്നത്. നിരങ്ങിയാണെങ്കിൽ ഞാൻ താഴ്ത്തു വരും. ഇറങ്ങി പറഞ്ഞു ഉരുണ്ടു വരാം. അലക്സേ, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അതിലെ ആൾക്കാർ ഇങ്ങനെ താഴേക്ക് നടന്നിറങ്ങുന്നുണ്ടല്ലോ, നമ്മൾ പോകേണ്ട സ്ഥലമാണ് ആ കാണുന്ന മുകളിൽ ഉണ്ടോ, ആ ടോപ്പിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ ടോപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ ടോപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയാണ് ഏറ്റവും ഉയരത്തിൽ നിന്ന്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അതല്ല, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് അവിടെ അതിനേക്കാൾ ഉയരത്തില്. ഇവിടെയൊക്കെ നിങ്ങൾ കയറി വേണമെങ്കിൽ വിഷ്വൽ എടുത്തിട്ട് വന്നേരം. ഞാൻ ഇതാ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഇരുന്നേക്കാം. കഥ വന്നിട്ട് പറഞ്ഞാൽ മതി, മോളിൽ ചെന്ന് പറഞ്ഞൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾ ആ കയറുന്ന ഒരു ഇതേ ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയായിരിക്കും. ഇങ്ങനെ വലിഞ്ഞ മുകളിലേക്ക് അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ തിരിച്ചു വരുന്നു. റിന്റിനും കൂട്ടിക്കോ. മാഷും വേണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലത്ത് ഡ്രോൺസ് ഉപയോഗിക്കാം, പക്ഷെ അന്നത്തെ കാലത്ത് ഈ വാച്ച് ടവർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണല്ലോ. തീർച്ചയായും. അപ്പം കാരണം ആ താഴ്വരയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ ഇതിന്റെ കോട്ടയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അത് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതും ആ കോട്ടയുടെ എല്ലാ വശത്തും ഇത്തരത്തിലുള്ള ഒരു വാച്ച് ടവേഴ്സ് വേണം, എങ്കിൽ മാത്രമേ 360 ഡിഗ്രിയിൽ അവർക്ക് ആ കോട്ടയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താ ഇവിടെ കാണാനുള്ള? വേറെ ഒന്നുമില്ലോ? ഇല്ല. ഇനി എന്താ നമ്മുടെ പരിപാടി? ടെമ്പിൾ പതിയെ പൊളിയുന്നുണ്ട് കേട്ടോ. അതിപ്പോ ഇത്ര വർഷമായ പഴക്കമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ. പക്ഷെ ഞാൻ ഹിഡംബേശ്വര ക്ഷേത്ര ഇത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു ഹിമാചൽ പ്രദേശിൽ അവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ 2ാമത്തെ ഹിഡംബേശ്വര ക്ഷേത്രമാണ്. ഓ അലക്സേ, അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. കയറിയപ്പോൾ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു, മുട്ടിനൊക്കെ ചെറിയൊരു പിടുത്തം. എന്തായിരിക്കും ഇന്നലത്തെ ട്രക്കിങ് ഇറങ്ങിയതിന്റെ? ഇന്നലെ എഴഞ്ഞ കയ്യിൽ കൂടെ പോയല്ലോ, അന്നേരം മുട്ട് 2 പൊട്ടി, കൈമുട്ട് 2 ചെറുതായി പാടുണ്ട്. നിനക്കൊന്നും മതിയായില്ലല്ലോടാ, എന്നിട്ട് ഇനി അതുകൂടെ പോയി കയറാന്ന്. ഞാനൊന്നും കയറും. കയറുമോ? ഒന്ന് കാലാവസ്ഥ വളരെ അനുകൂലം, മഴ ഉണ്ട് എന്നത് ഒഴിച്ചാൽ, വഴുക്കലുണ്ടെന്ന് ഒഴിച്ചാൽ. പക്ഷേ ചൂടില്ലാത്തതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ 3 നില കെട്ടിടമാണ്. 3 നില കെട്ടിടം കൊള്ളാം. അത് മുഴുവനും കല്ലിൽ തീർത്തിരിക്കുന്നത് അല്ലേ? ഒരിക്കലും ഇത് പോയില്ല എന്ന്. പക്ഷേ ഈ 2ാം നിലയിലോട്ടും 3ാം നിലയിലോട്ടും ആളുകൾ എങ്ങനെയാണ് ഈ
ഊഞ്ഞാലിൽ കൂടെ തന്നെയാണോ കയറുന്നതെന്നുള്ളതാണ്. അല്ലല്ല, ആ അത് ശരിയല്ലോ അല്ലേ. അത് ശരിയാ, ഇതിൽ കയറണല്ലോ. ഞാൻ നിർമ്മിക്കുന്ന രീതിയാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയല്ല, നിർമ്മിക്കുന്നില്ല, നിർമ്മിക്കുന്ന എനിക്കറിയാം. എങ്ങനെ അറിയോ? നിർമ്മിക്കുന്ന ഇത് കയറ്റാൻ വേണ്ടി മണ്ണിട്ട് പോകും. പിന്നെ അവര് അതിലോട്ട് വലിച്ചു കയറ്റിയാൽ മതി. ആനയുടെ സഹായം തേടും. ആന മാത്രമല്ല മറ്റു മൃഗങ്ങളുടെ സഹായമൊക്കെ തേടാറുണ്ട്. കുറുക്കൻ. കുറുക്കനോ? കുറുക്കനാ? കുറുക്കന്റെ സഹായം തേടും. പിന്നെ നിങ്ങളത് കേറിട്ടോ, ഞാൻ താഴെ റെസ്റ്റ് ചെയ്യാൻ കുറച്ചു നേരം. എന്തായാലും അതൊന്നും നടന്നു മടത്തില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കാലാവസ്ഥ. അയ്യോ, എനിക്ക് മറ്റേ ഗിണ്ടി അത് കണ്ടില്ല. ഗിണ്ടിയല്ലേ? അത് അങ്ങ് ദൂരെ, അത് അപ്പുറത്താ. നമ്മൾ അങ്ങോട്ട് പോകും. ആണോ? ഫസ്റ്റ് നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്ത ശേഷം. എനിക്ക് ഒലക്ക, ഒബാമ, ഗിണ്ടി. ഒലക്കയല്ല, ഓനക്കയുടെ അർത്ഥം ഒലക്ക എന്നാണ്. അത് നമ്മൾ വഴിയെ പറയാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റില്ല. സെയിം ഗാളി. ഓക്കെ, ഇവിടെ ഒരു ഈ പറയുന്ന കൽമണ്ഡപം പിന്നെയും കണ്ടു. സെയിം ആണെന്നാണ് നമ്മുടെ കൂടെ വന്ന മാഷ് പറഞ്ഞത്. ഇതൊക്കെ ഗാളി ഗോപുരമാണ് ആണല്ലേ? ഓക്കെ അലക്സേ, ഇതെന്താണ്? മുരുക മഠമാണ്. ഇവിടുത്തെ മധുക്കര നായ്ക്കരുടെ ഗുരുവാണ്. ഇവിടുത്തെ ആ ഗുരുവിനും അവരുടെ സന്യാസിമാർക്കും താമസിക്കാൻ വേണ്ടി 1680 തൊട്ട് ആ ഒരു കാലഘട്ടത്തിൽ, 1680 1720 ആ കാലഘട്ടത്തില് അന്നത്തെ മധുക്കര നായ്ക്കര് നിർമ്മിച്ച മഠമാണ്. ഇപ്പൊ അവിടെ മഠം ചേഞ്ച് ചെയ്തിട്ട്, ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവര് ദാവൺകർ റോഡിൽ എവിടെയാണ് പുതിയ മഠം ഉള്ളത്. അത് അന്നത്തെ ആ സമയത്തിനുള്ള എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 350 വർഷം പഴക്കമുള്ള മഠമാണ് നമ്മൾ കാണുന്നത്. അന്ന് അവർക്ക് വേണ്ടി അന്നത്തെ രാജാവ് നായ്ക്കര് പണി കഴിപ്പിച്ചാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ മഠവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറി. എന്തുകൊണ്ടാണ് മുരുകരാജേന്ദ്ര എന്ന് പറഞ്ഞാൽ ലോർഡ് മുരുക അല്ല, ഇവിടുത്തെ ബ്രഹ്മണ്ണ രാജാവിന്റെ ഗുരുവായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഗുരുവായിരുന്നു വെച്ചാൽ, ഈ ബ്രഹ്മണ്ണ നായക സത്യത്തിൽ ഒരു ഷെപ്പേർഡായിരുന്നു, ഒരു ആട്ടിടയനായിരുന്നു. അദ്ദേഹം പ്രൊട്ടക്റ്റഡ് ബൈ എ സ്നേക്ക്. അത് ഈ മുരുകരാജേന്ദ്ര കാണുകയും അത് ഗ്രാമവാസികളോട് പറഞ്ഞു, ഇദ്ദേഹം ഒരിക്കൽ വലിയ രാജാവായി തീരും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് മുരുകരാജേന്ദ്രന് ഈ ബ്രഹ്മണ്ണ അദ്ദേഹത്തിന്റെ ഗുരുവായി വരികയും പിന്നീട് ഇവിടെ മഠം സ്ഥാപിക്കാനുള്ള അനുമതി നൽകുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അവിടെ അദ്ദേഹത്തിന് മഠം ഇത്രയും നല്ല, നമ്മുടെ നാട്ടിൽ MG റോഡില് എന്ന് പറഞ്ഞ പോലെ ഏറ്റവും സെറ്റ് ആയിട്ടുള്ള ഏരിയ ഇത് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. രാജാക്കന്മാര് വരുന്ന ഹിഡംബേശ്വര ടെമ്പിൾ, ഇവിടുത്തെ ഏറ്റവും ഓൾഡ് ടെമ്പിൾ ഈ ഹിഡംബേശ്വര ടെമ്പിൾ ആണ്. പിന്നെ ഇവിടെ സാംബിക ടെമ്പിൾ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ ടെമ്പിളൊക്കെ ഉള്ള പ്രധാന കോംപ്ലക്സിൽ തന്നെയാണ് അദ്ദേഹത്തിനും മഠം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ടെമ്പിൾ കോംപ്ലക്സ് ആണ്, സാംബിക സിദ്ധേശ്വര ടെമ്പിൾ, മധുക്കര നായ്ക്കരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവം. സാംബിക എന്നുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട, നമ്മുടെ ചെമ്പകം അത് കണ്ടില്ലേ മരം, സോ ചെമ്പകത്തിന്റെ ഇതായിട്ടാണ് ചെമ്പക സിദ്ധേശ്വര ടെമ്പിൾ. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് മരം ഉള്ളി ഇവിടെ എന്ത് പറയുന്നത് ചെമ്പക സിദ്ധേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. നോക്കി ഒരു പാറയുടെ അടിഭാഗത്ത് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇവിടെയുള്ള ഇത് കണ്ടോ, ഓൾറെഡി അതൊക്കെ തകർന്നു പോയിട്ടോ, നശിച്ചു പോയി ഇവിടെ ചെയ്തിരിക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ, പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ ആളുകൾ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും ഇതെന്താണ്? ഇവിടെ 2 ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ഇൻസ്ക്രിപ്ഷൻ പ്രകാരം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇത്രയും ഇൻഫർമേഷൻ ഇതിനുള്ളിൽ കൊത്തി വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും അതിന്റെ ഒരു ചുരുക്ക രൂപം പറയാം. 1328 ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് ജഡേയ രാമോജ എന്ന് പറയുന്ന ഒരു ശില്പിയാണ്. ഈ ടെമ്പിളും ഈ പറയുന്ന സ്വിംഗ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഊഞ്ഞാലും ഈ ശിലാലിഖിതവും കൊത്തിയിരിക്കുന്നത് ഈ ജഡേയ രാമോജ എന്ന് പറയുന്ന ഒരു ശില്പിയാണ്. ഈ സമയത്ത് ഇവിടെ ഭരിച്ചിരുന്നത് നമ്മുടെ ഒഡയർ രാജാക്കന്മാരാണ്. ഒഡയർ രാജാക്കന്മാർ 1328 ഒഡയർ രാജാക്കന്മാര് വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന സമയത്ത് അവരുടെ കീഴിലായിരുന്നു ഈ പ്രദേശം. അന്നേരമാണ് ഈ അമ്പലം, ഈ ചെമ്പക സിദ്ധേശ്വര ടെമ്പിൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. So each inscription begin with Gurubhyo Namaha. Gurubhyo Namaha. Ya Siddhanatha Sharanam Namastum. ഇത് ഓൾഡ് കന്നഡയാണോ? ഓൾഡ് കന്നഡ 1328 they have written, right? 1328 എഴുതിയ ശിലാലിഖിതം എന്തായാലും ഓൾഡ് അലൈ കന്നഡ, റൈറ്റ്? അലൈ കന്നഡ. പക്ഷെ അന്ന് കൊത്തിയതാണ്. നമ്മൾ ടെമ്പിൾ കണ്ടിട്ട് വിചാരിക്കരുത് പുതിയതാണെന്നുള്ളത്. സംശയം തീർന്നു. മറ്റേ ഊഞ്ഞാല് അട്ടിവിട്ടുന്നതേ അതെന്തായാലും ഉണ്ടാക്കിയതാണ്. അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നു ഈ അവസരത്തിൽ. ജഡേയ രാമോജ. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതാ. നമ്മൾ പിന്നെയും നമ്മുടെ നടത്തം കോട്ടയുടെ പ്രധാന ഭാഗം സ്ഥിതി ചെയ്യുന്ന
ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോരെ അലക്സ, ഈ കാട്ടിക്കൂടെ നിങ്ങൾ അങ്ങോട്ടാ പോയത്? വഴിയൊന്നും ഇല്ലല്ലോ. ഒരു വഴിയുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ. എന്നാലും എനിക്ക് പാമ്പിന്റെ കടി നിങ്ങൾ നോക്കി ഏസയുടെ കീഴിലുള്ള ഒരു സ്ഥലത്തിന്റെ അവസ്ഥയാ. കേട്ടില്ല. ഓ, കാലെ പിടിച്ചു. ഓ, പാമ്പാണോ? എന്താ അവിടെ? വാ, ഞാനൊന്നുമില്ല. ഇവിടെ കിങ്സ് പാലസ്. പാലസ് അവിടെയോ? ഈ കാട്ടിലോ? ഇൻ റൂയിൻസ്. വാ വാ. കണ്ടോ, ഒരു പാലസിലേക്ക് പോകുന്ന വഴിയില്ല, വഴി ഇതിലേ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാണാനില്ല, നിലവിലെല്ലാം പോയിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തായിട്ടൊരു ബോർഡുണ്ട്. ആ ബോർഡ് പോലും കാടിനുള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നില്ല. അലക്സ് ഈ ഭാഗത്തൂടെയാണ് അങ്ങ് പോയിരിക്കുന്നത്. എന്തായാലും വളരെ മോശം കേട്ടോ. ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടിരുന്നെങ്കിൽ പാലസിൻ്റെ ശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കണ്ടേ. ഇന്നത്തെ കാലത്തൊക്കെ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന തലമുറകൾക്കൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അലക്സ് പോയിട്ടുണ്ട്. അലക്സ് പോയിട്ട് 1-2 ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അലക്സ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും മിസ്സായിട്ടോ. ആണല്ലേ? സത്യത്തിൽ ഇതിന് താഴെവശത്ത് നിറച്ചും വലിയ പഴയ റൂയിൻസ് ആണ് പാലസിന്റെ. തകർന്നിട്ടുണ്ട്. സത്യത്തിൽ ഇങ്ങോട്ടുള്ള റോഡ് വൃത്തിയാക്കിയിട്ട് ഞാനിപ്പോ പറഞ്ഞു അത് കാണിച്ചു തരണ്ടായിരുന്നു. ഭയങ്കര മോശമായി. എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ അവരെ. എൻ്റെ പൊന്നടാവേ, ഈ രാവിലെ തന്നെ നിങ്ങൾ എന്നെ ഈ കാട്ടിക്കൂടെ കയറ്റിക്കൊണ്ട് പോകും. അലക്സേ, നമ്മളങ്ങനെ ഇനി എങ്ങോട്ടാ പോകുന്നത് അടുത്തത്? നമ്മളിതാ ഇതിൽ കൂടെ ഈ മോളില് ആ സ്റ്റെപ്പ് കയറി അതിന്റെ മോളില് ഗോപുരത്തിലോട്ട് പോവാണ്. നമ്മളല്ല, നിങ്ങള്. ഹോഴ്സ് ഫുട് പ്രിന്റ്. ഹോഴ്സ് ഫുട് പ്രിന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ ഏതിലാ കേറുക അലക്സേ? എങ്ങോട്ടാ പോന്നേ? ഇതുവഴി ഹോഴ്സ് ഫുട് പ്രിന്റ് കയറി. ആര് കയറും? നമ്മൾ രണ്ടുപേരും കയറില്ലേ? നമ്മളല്ല, നിങ്ങൾ. ഏകവചനം മതി, ബഹുവചനം വേണ്ട. ബസവരാജ് സാർ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. വേണേ സാറിനെ കൂട്ടിക്കോ. ഞാനില്ല. പ്രിന്റിനും കൂട്ടിക്കോ. ഇത് തെറ്റുന്നുണ്ട് കേട്ടോ. ബന്ധുകൂടുന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ പൊന്നോ മതി. ഞാനില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. 2 സ്റ്റെപ്പ് നോക്കിയിട്ട് കയറിയാൽ മതി. കയറണ്ട. അല്ലെങ്കിൽ റിസ്ക് വഹിക്കോ. ചെരുപ്പ് വേണം ഊരി വെച്ചോ. റിസ്ക് എടുക്കണ്ട. ഞാൻ ഇവിടെ താഴെ കണ്ടേക്കാം. പിടിക്കാനായിട്ട് ഒരാളെ താഴെ വേണ്ടേ? താഴെ നിന്ന് ഒരാളെ പിടിക്കാൻ വേണ്ടേ? ഞാൻ ഇവിടെ വരെ കയറിയല്ലോ വീഡിയോ അല്ലേ? അതല്ല, ചേച്ചി കയറി പോന്നു. അലക്സേ, നാണം കിടത്തരുത്. ഞാനും കയറണമല്ലോ അങ്ങനെയാണെങ്കിലേ. എൻ്റെ അമ്മ, ഈ ഒരു മല കണ്ടോ? ബാഗ് ഇവിടെ വെച്ചിട്ട് പോ അലക്സേ. അലക്സാണ്ടർ കയറി പോന്നു. ചേച്ചിമാരൊക്കെ പകുതി കയറിയട്ടാ. മുഴുവൻ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതുണ്ടല്ലോ, നല്ല സ്ലിപ്പർ ഉണ്ട് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞ കയറണോ വേണ്ടോ ഞാൻ ചോദിച്ചത്. കയറണ്ട, റിസ്കാ അല്ലേ? അപ്പൊ ഇവര് കയറുന്ന ലേഡീസൊക്കെ അവര് കയറുന്നുണ്ട്. അവരെ സാരി കൊടുത്ത് കഷ്ടപ്പെട്ട് കയറുന്നേ. റിസ്കി ആക്ച്വലി. അതല്ലേ? ഒട്ടും പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാ പറയാ, ഇവർക്ക് വിത്തൗട്ട് ചപ്പൽ ഓക്കെ. ബട്ട് തിരിച്ചിറങ്ങാനാ പാടാ. കയറാൻ എളുപ്പമാണേ, തിരിച്ചിറങ്ങാൻ വലിയ പാടാ. ആ ചെക്കനെ കയറിപ്പോ നോക്കി. ചെക്കനും ചെറിയ പേടിയുണ്ട്. എന്നാലും എനിക്ക് ആ അമ്മച്ചി കയറിപ്പോന്ന് കണ്ടിട്ടാ പേടി. സാരി കൊടുത്തിട്ടേ. ചുരിദാറാണ് പിന്നെയും കുഴപ്പമില്ല. അല്ല, ആക്ച്വലി എന്താ ഇതിന്റെ മുകളിലുള്ളേ? ഇതിന്റെ മുകളിൽ എന്താ സാർ? വാട്ട് ഈസ് ദിസ്? ഓൺലി വാച്ച് ടവർ. ഓ, വാച്ച് ടവർ. ഓക്കെ ഓക്കെ. ഓ, നിരീക്ഷണം അല്ലേ? കോട്ടയെ സംരക്ഷിക്കുന്ന പടയാളികൾ അവിടെ ആയിരുന്നായിരിക്കും നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആ ചേച്ചിയെ സംഭവിച്ചു അവിടം വരെ കയറി കേട്ടോ. ഇനി അങ്ങോട്ട് കയറണമെങ്കിൽ ഇച്ചിരി പാട് വരും ചേച്ചിമാർ. കുറച്ച് പാടാ. രാവിലെ തന്നെ കണ്ടില്ലേ കുറച്ച് ചേട്ടന്മാർ അതിലൂടെ ഇറങ്ങി വരുന്നത്. പക്ഷെ പതുക്കെ ഇറങ്ങിയാൽ മതി, വെറുതെ വെക്കണ്ട. ഒരു ആവേശത്തിന് നിങ്ങൾ കയറുമെന്ന് തോന്നിയില്ലേ? നടക്കൂല. ഞാൻ കയറുമായിരുന്നു. മഴയുള്ളതുകൊണ്ടാ? അല്ല, ഞാനും കയറും. I cannot without barefoot. I cannot. With shoe I will, but it is slippery, right? That is the problem. I cannot. It's paining.
അലക്സ തോറ്റ് പിന്മാറി. ഞാനൊന്ന് കയറി കാണിച്ചു തരാം. അലക്സിനൊക്കെ പറ്റില്ലെങ്കിൽ പറയണ്ടേ, ഇതൊക്കെ എന്ത്? നിങ്ങൾ സേഫ്റ്റി ഗിയർ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കയറരുത് കേട്ടോ ബിബിൻ ബ്രോ. ഞാൻ കയറില്ല ബ്രോ, എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ഇത്ര പറ്റുള്ളൂ. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയതല്ലേ. ഇടുക്കിക്കാരനായ ബിബിൻ ബ്രോയ്ക്കാണ് ഇത് പാടല്ലേ? എന്ത് ഇതൊക്കെ എന്ത് അണ്ണാം മരം കയറുന്ന പോലെ ഞാൻ കയറും എന്നൊക്കെ പറയണമെങ്കിൽ ഞാൻ വേറൊരാളായിരിക്കണം. അയ്യോ, താഴേക്ക് നോക്കിയാൽ പേടിയാവും, മുകളിലേക്ക് നോക്കിയാൽ പേടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിയുണ്ട്. കയറാൻ പറ്റില്ല കേട്ടോ അലക്സേ. കാരണം അറിയോ, തെറ്റുന്നുണ്ടല്ലേ? നല്ല വഴുക്കലുണ്ട്. ഗ്രിപ്പ് വേണം നമുക്ക്. ഗ്രിപ്പുള്ള ഷൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു. പറ്റില്ല. എന്ത് ഷൂ ഉണ്ടെങ്കിലും ഞാനില്ല. വയ്യ, പറ്റില്ല. റിസ്ക്കാ, നല്ല റിസ്ക്കാ. ഇറങ്ങണമെങ്കിലേ എൻ്റെ അമ്മോ, ഈ ഡോണോ ആ ചേച്ചിമാരെ ഞാൻ സമ്മതിച്ചു കേട്ടോ അലക്സേ. ഓ, കുരങ്ങന്മാരെന്നെ കടിക്കാൻ പറ്റുവാണോ? എൻ്റെ കുരങ്ങ ഒരു തരത്തിലാണ് ഇതിൻ്റെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി കുരങ്ങന്മാരും. ഈശ്വര, കടിക്കുവോ? സമാധാനത്തില്ലല്ലോ. മിണ്ടാതിരിക്കൂ കുരങ്ങ. അലക്സേ പറ്റില്ല, സമ്മതിച്ചിരിക്കുന്നു. തോൽവി സമ്മതിച്ചിരിക്കുന്നു. സംഭവം എന്താണെന്നറിയോ, നമുക്ക് മഴയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് അരക്കെ നോക്കാം. പിന്നെ ഇതൊക്കെ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണ്ടേ? ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാതിരിക്കും നല്ലത്. പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് തന്നെ പറയാം. അല്ല, നമുക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റും, അത് കുഴപ്പമില്ലല്ലോ. അത് വിഷയമുള്ള കാര്യമല്ല. അത്രയല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ എല്ലാവർക്കും PSC എഴുതി പാസ്സാകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്ത് ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ആഗ്രഹമുണ്ട്, കാരണം എന്നാൽ മഴയില്ലായിരുന്നെങ്കിൽ ഒരു അരക്കൈ നോക്കിയേനെ. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ കയറാൻ. കാരണം ചിത്രദുർഗ ഫോർട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, മലയാളികളാണെങ്കിലും മറ്റ് സംസ്ഥാനക്കാരാണെങ്കിലും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പാറകളിൽ വലിഞ്ഞ് കയറുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാകണം. ഒറ്റയ്ക്ക് വന്നൊന്നും ഒരു കാരണവശാലും കയറരുത്. ആരും ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. മാത്രമല്ല മഴയുള്ളപ്പം ഒരു കാരണവശാലും ഇതിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കേണ്ട. നല്ല വഴുക്കലുണ്ട്. കുറച്ച് ചേച്ചിമാരൊക്കെ കണ്ടില്ല, പകുതി വരെ പോയി അവർ തിരിച്ചു വന്നു. അവർക്കും പറ്റുന്നില്ല അങ്ങ് മുകളിലേക്ക് പോകാനായിട്ട്. ഇതിൻ്റെ മുകളിൽ സാറ് പറഞ്ഞത് എന്താ ഉള്ളത്? വാച്ച് ടവർ ആണുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. നല്ല വ്യൂ ഉണ്ട്, ഇതിന്റെ വ്യൂ കിട്ടും. അത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അല്ല മതി. നമ്മളിപ്പോൾ ചിത്രദുർഗയുടെ ഒരു വ്യൂ കാണണമെങ്കിൽ ഇതിന്റെ മുകളിൽ കയറി കാണണമെന്നൊന്നുമില്ല, എവിടെ നോക്കിയാലും കാണാം. കുറച്ചുകൂടെ മുകളിൽ കയറിയ നല്ല കാറ്റും ഒരു നല്ലൊരു ഏരിയയിൽ വ്യൂ കിട്ടും, ഇല്ലെന്നല്ല. എങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് അതിൻ്റെ മുകളിൽ പോയിട്ട് കാണണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു തീരുമാനവും. ആ ഒരു തീരുമാനം നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ബാക്കി നടത്തം തുടരുകയാണ് ഏതോ ഒരു ഭാഗത്തേക്ക്. അലക്സേ, എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അടിപൊളിയായിരുന്നു. മഴ ഇല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അതാണ്, ഞങ്ങളങ്ങനെ തോറ്റു പിന്മാറുന്ന ആൾക്കാരല്ല. ഇതിനേക്കാളും വലുതാണ് ഇന്നലെ നമ്മൾ കയറിയത്. എനിക്ക് സ്ലിപ്പർ ഇട്ട് കയറാനുള്ള വശമേ ഉള്ളൂ. പക്ഷേ സ്ലിപ്പർ ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പറിയാ. അതുകൊണ്ടാണ്. ഷൂസ് ആയിരുന്നെങ്കിൽ, ട്രക്കിംഗ് ഷൂസ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് നോക്കായിരുന്നു. അതിന് മാത്രം നമുക്ക് ഇതുള്ള ഗ്രിപ്പ് അവിടെ ഇല്ല. നമ്മുടെ എക്സാക്ട്ലി ഹോഴ്സിന്റെ കാല് ഹൂഫ്സ് ഉണ്ടല്ലോ, കുളമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതിരിക്കുന്നത്. അപ്പം അല്ല, ഇതിനകത്ത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അത് ശരിയാണ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൂടെ നമ്മുടെ ബോസയ്യ സാർ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി കയറ്റുമായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും കയറിയാണ് ഈ സമയത്തും. കാരണം പുള്ളിക്ക് അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയാം. എങ്ങനെ ഒരാൾക്ക് പുള്ളി ആദ്യം ഒരു തവണ ഓടി മുകളിൽ കയറി നോക്കും. എന്നിട്ട് ഓക്കെ താഴെ ഇറങ്ങി നമ്മളെ കൊണ്ടുപോകും. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പോയനെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഞാൻ പണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കയറിയിരുന്നു ഇതുപോലെ. അപ്പോൾ കുറേ ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചു, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സത്യത്തിൽ നമ്മള് ഇന്ത്യക്കാര് ഇങ്ങനത്തെ യാതൊരു പ്രിക്കോഷൻസ് ഇല്ലാണ്ട് വലിയ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതെ അതെ അതെ. വേറെ കൺട്രീസ് ആണെങ്കിൽ എല്ലാവിധ കറക്റ്റ് ആയിട്ട്. നമ്മളിപ്പോ ഷൂസ് ചപ്പലിട്ടാ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ശരിക്കും. ഇതല്ല, നമ്മൾ ഷൂസ് ഇട്ട് ട്രക്കിങ് നമ്മൾ ഷൂസ് ഇട്ട് തന്നെ വരണം. ക്ലൈംബ് ചെയ്യാനുള്ള പ്രത്യേക ഷൂ. ഞാൻ ആ കാട്ടിനുള്ളിൽ പോയി, കാട്ടിനുള്ളിൽ പോകുമ്പോൾ ഇത് വെച്ച് പോകുമ്പോൾ ഒരു പാമ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ. അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും സേഫ്റ്റി നോക്കാറില്ല. പലപ്പോഴും നടക്കട്ടെ, എല്ലാം ശുഭമായിരിക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്ന ടീമുകളാണ് നമ്മൾ. തീർച്ചയായും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മൾ യാത്ര ചെയ്യുക. പിന്നെ നമ്മുടെ നടത്തം തിരിച്ച് പോവുകയാണ്. അല്ല, തിരിച്ചു പോവുകയല്ലേ, ഇനി നമ്മൾ വേറെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ അല്ലേ? അതും കാണണം. ആ കിണ്ടി എന്താണെന്നുള്ളത് എനിക്കറിയണം. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അലക്സേ, ഇതെന്താ സംഭവം? മറ്റേ കിണ്ടി എത്തിയോ? കിണ്ടി എത്തിയിട്ടില്ല. ഇല്ല. ഇതെന്താ അപ്പം? ഇത് മിന്റാണ്. അന്നത്തെ കാലത്തെ നമ്മുടെ കോയിനൊക്കെ മിന്റ് ചെയ്യുന്ന സ്ഥലമാണ്. അത് കൂടാണ്ട് തന്നെ ഇവിടുത്തെ ഒഫീഷ്യൽസ്
മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഓ ഈ ഒരു കാര്യം പോകുന്നതിന് മുമ്പ് പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കി, ഇത് മഡ്ഡാ, ശരിയാണല്ലോ, ഇത് കല്ല. താഴെ ഭാഗം കല്ലുകൊണ്ട് കെട്ടി ഉറപ്പിച്ച ശേഷം അതിന്റെ മുകളിൽ പലകിയിട്ട്, ഒരു വശത്തും അപ്പുറ വശത്തും പലകിയിട്ടിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് അടിച്ചുറപ്പിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മഴ വെള്ളം പെയ്യുമ്പം ഇത് പൊട്ടി തകർന്നു പോകും. ഇപ്പൊ നിങ്ങൾ മുകളിൽ നോക്കി കാണാം, പൊട്ടി വീഴുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് അത് സംരക്ഷിക്കാത്തെന്നറിയില്ല, എന്തായാലും പൊട്ടി വീഴുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഒരു എന്തെങ്കിലും ഓലയോ എന്തെങ്കിലും വെച്ച് അത് കവർ ചെയ്തിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് ആ വെള്ളം എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കോട്ടയാണ് മഡ് കൊണ്ടുള്ള കോട്ട. അതുകൊണ്ടാണ് അവർ മഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഫോർ ദ സേഫ്റ്റി അവര് താഴെ കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും കാണാം, ആ ഭാഗത്തും കാണാം. കണ്ടില്ലേ? ശരിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് പോകാം, ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് നോക്കാം. ഇങ്ങോട്ട് പോകണം. ഇവിടെ വലതുവശത്ത് കണ്ടോ, ഇവിടെയാണ് അവർ നാണയങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പക്ഷെ അതൊരു വൈരുദ്ധ്യല്ലേ, നാണയം സൂക്ഷിക്കുന്ന സ്ഥലത്തിന് മുകൾ ഭാഗം മഡ് കൊണ്ട് കെട്ടിയുണ്ടാക്കി, അല്ലാത്ത ഭാഗം കുറച്ച് കോട്ട കൊണ്ട് ഉണ്ടാക്കി. അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരാളൊന്ന് തട്ട് കൊടുത്താൽ മഡ് എല്ലാം ഇടിഞ്ഞു പോവല്ലേ. അതെ, എന്നാ പിന്നെ അങ്ങനെ ഈസി ആയിട്ട് നടക്കൂല. അതിന് കാരണം ഇതിന്റെ ഉള്ളില് കയറാൻ പറ്റുമോ? കേറാം. ഓക്കെ, കേറാം. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിറച്ചും വേസ്റ്റാ. ഓ എന്റെ പൊന്നെ, എന്താണ് അലക്സ് ഇത്? ഇതിന്റെ ഉള്ളിൽ നിറച്ചും വേസ്റ്റാ, കണ്ടില്ലേ? എങ്ങായി ഇതിന്റെ ഉള്ളിലാണ് അവര് നാണയം സൂക്ഷിച്ചിരുന്നത്. അതെ അല്ലേ? അലക്സേ, ആകെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം, അവിടെ മുഴുവൻ വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചേക്കാം കേട്ടോ. നിറയെ വേസ്റ്റ് ആണല്ലോ അവിടെ. കഷ്ടം തന്നെ. ഞാനിപ്പോ അതും ഇത്രയും ദൂരം കൊണ്ടുവന്ന് അതിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഇടേണ്ട യാതൊരു കാര്യമില്ല. വലതുവശത്താട്ടോ നമ്മുടെ ഇവിടുത്തെ ഒഫീഷ്യൽസ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന സ്ഥലം. അവിടെ ഒന്നും കാണാനൊന്നുമില്ല, അവിടെ ചെറിയ ബിൽഡിംഗ് ആണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് പോ. ഞാൻ പറഞ്ഞു തന്നതേ, അത്രയും സ്ഥലങ്ങളിലായിട്ട് പുറത്ത് അവര് ഇത് ചെയ്തിട്ടുണ്ട്, ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇതിനകത്ത് കൊണ്ടിടുന്നവരെ എന്താ പറയേണ്ടത്? ഗവൺമെന്റ് ആയതുകൊണ്ട് ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം, അവരതിൽ നിന്ന് അത് എടുത്തിട്ട് കളയൂല. അതാണ് പിന്നെ അത് അവിടെ കിടക്കും. അപ്പോൾ ഇത് അലക്സ് പറഞ്ഞ പോലെ മീറ്റിംഗ് കൂടുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ നമുക്ക് കാണാം, മുഴുവനും മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ്ലി താഴ്ഭാഗം മാത്രമേ ഉള്ളൂ കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതെ അതെ. മോൾ ഭാഗം മുഴുവൻ കണ്ടില്ലേ, മഡ് തന്നെയാണ്. മഡിന്റെ ഉള്ളില് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കല്ലും ഇല്ലെങ്കിൽ പൊട്ടിയ പാത്രത്തിന്റെ പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വെള്ളവുമായി ചേർത്തിട്ട് അവർ സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഇനി ഒരു 10 വർഷത്തിനുള്ളിൽ ഈ മണ്ണ് മുഴുവൻ കുതിർന്ന് പൊട്ടിപ്പോവില്ലേ? ഉറപ്പായിട്ടും. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെ? നമ്മുടെയാണോ ഇല്ലെങ്കിൽ ഗവൺമെന്റ് ആണോ? അവർ ഏറ്റെടുത്ത സ്ഥിതിക്ക് അവർ തന്നെ ചെയ്യണത്. ASI ചെയ്യേണ്ട കാര്യമല്ലേ? തീർച്ചയായും. ഇതൊക്കെ ഇനി ഉണ്ടല്ലോ, വരും തലമുറകൾക്കും കാണണ്ടേ. ഇപ്പം നമ്മൾ കണ്ടു, നമ്മുടെ ഇപ്പോൾ റെക്കോർഡിക്കൽ ഇതൊക്കെ ഉണ്ടെങ്കിലും വരുന്ന ഒരു തലമുറയ്ക്ക് ഇതൊന്ന് കാണണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എന്തായാലും ഇത് നിലനിർത്തേണ്ട ഒരു ആവശ്യം. ശരിക്കും നോക്കി, ഇവിടെ പീസ് കണ്ടോ, ഇത് പൊട്ടിയ ബ്രോക്കൺ പീസ് കണ്ടോ, അത് കണ്ടില്ലേ? ഇതൊക്കെ ചേർത്തിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി കണ്ടില്ലേ, ലെയർ ആയി, വെള്ളം വീണ് ലെയറായി. ഇത് പതിയെ പൊട്ടി അടർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും അതിന്റെ ഗ്യാപ്പ് ഉണ്ടോ മഡിന്റെ. ശരി, എത്ര കനത്തിലല്ലേ? കനത്തിലാ ശരിക്കും വെച്ചിരിക്കുന്നത്. പൊന്നോ മതി. ഇവിടെയൊക്കെ അധികം നിൽക്കണ്ട, പാമ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അലക്സേ, ഒരു വിശാലമായ സ്ഥലത്തേക്ക് പിന്നെ എത്തിയല്ലോ അല്ലേ? വിശാലം. ഇത് ആക്ച്വലി ഇത് പോണ്ട് സിസ്റ്റം ആണ്. ഇവിടെ വെള്ളത്തിന് വേറെ വഴിയൊന്നുമില്ല, റെയിൻ വാട്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര ഹൈറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഒള്ളി ഓപ്ഷൻ ഹാർവെസ്റ്റ് ചെയ്യുക, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് 2 പോണ്ട് ഉണ്ട്, അക്ക തങ്കിര പോണ്ട സർ. അക്ക തങ്കിര മീൻസ് തങ്കച്ചി എങ്ങർ. ഓക്കെ, ചിക്ക മകളൂരു ദൊഡ്ഡ മകളൂരു എന്ന് പറയുന്ന പോലെ അക്ക തങ്കച്ചി. ഓക്കെ, അപ്പോൾ 2 പോണ്ട് ഉണ്ട്. ഈ വാട്ടർ സിസ്റ്റം മതി ഈ കംപ്ലീറ്റ് ഫോർട്ടിനും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട്. ശരി, അത്യാവശ്യം വലിയ സൈസും ഉണ്ടേ. ആ സൈസ് ഉണ്ട്. ഇത് എത്ര ലിറ്റർ കാണും നിങ്ങൾ കണക്ക് കൂട്ടി വയ്ക്കോ? ഇത് അക്ക, അത് തങ്കച്ചി. അപ്പുറത്തുണ്ടല്ലേ 2 സൈഡില്? ഓക്കെ. അല്ല, എൻ്റെ ഒരു സംശയം, ഈ ഫോർട്ടിന്റെ ഏറ്റവും മുകളിലെത്തുന്ന സ്ഥലം എവിടെയാണ്? അത് ആ കാണുന്നതാണോ? അങ്ങോട്ട് കണ്ടില്ലേ? അതും പിന്നെ ഉണ്ട്, അങ്ങോട്ട് കണ്ടില്ലേ? അതിന്റെ മുകളിൽ വാച്ച് ടവർ ഉണ്ടോ? ഓക്കെ. അതങ്ങനെ പരന്ന് കിടക്കുമല്ലേ? പരന്ന് കിടക്കുക. കുറെ സ്ഥലങ്ങളായിട്ടുണ്ട്. എല്ലായിടത്തേക്കും നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. നടക്കുവോ? ഇല്ല. പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നാളെ വരാം പിന്നെ. അത് നടക്കുള്ളൂ. എന്തായാലും കൊള്ളാം കേട്ടോ. അത് ശരിക്കും ഒരു നിർമ്മിതിയാണെങ്കിലും എന്താ പറയുക, ഈ ഒരു സ്ഥലമാണെങ്കിലും ഒരു പ്രത്യേക ഒരു കാഴ്ച അനുഭൂതി നൽകുന്ന അല്ലേ ഒരു സ്ഥലം തന്നെ. അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല.
ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്നും അധികം മലയാളികൾ ഒന്നും ഈ ഒരു സ്ഥലം വന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ മലയാളികൾ അധികം ഇല്ലല്ലോ, ഇവിടെ ഇല്ലായിരുന്നില്ലല്ലോ. ഇല്ല, അതാണ് പ്രധാന കാരണം. ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് കണ്ടേ. മലയാളികൾ വരാത്തത് കൊണ്ട് ഇതിനോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ വരുന്നുണ്ടാവും, മലയാളികളാണെങ്കിലും. പക്ഷെ നമുക്കങ്ങനെ അതിനെക്കുറിച്ച് വലിയ അറിവുള്ള കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ ഇപ്പൊ എത്രാമത്തെ തവണ ഇത്? ആദ്യത്തെ തവണ. അതാണ് എൻ്റെ ഇത്. നമ്മളിങ്ങനെയൊക്കെ യാത്ര ചെയ്ത് വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഈ പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാ കോട്ടയം പോലെ ഇവരേത് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുറമേ ഉള്ള ഒരു സംവിധാനം എന്നുള്ള തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംവിധാനം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു സന്തോഷമായില്ലേ അലക്സേ? അങ്ങനെ ഇനി എന്താ അടുത്ത പരിപാടി? ഇവിടെ 2-3 പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഗോപാലസ്വാമി ഹോണ്ട. അതെങ്ങോട്ടാ? അത് ഇങ്ങോട്ട് ആ വഴിക്ക് വരണം. അവിടെ ഒരു പോണ്ട് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ടെമ്പിൾ ഉണ്ട്. അവിടെ നിന്നുള്ള വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഈ അക്ക തങ്കച്ചി ഇതിലോട്ട് അവിടുന്ന് ഇതാണ് നടക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലമുള്ളത് അവിടെയാണ്. നിങ്ങളുടെ ഒനക്കോബാവ കിണ്ടി ഉള്ളത്. അവിടെ ക്ഷേത്രമുണ്ട്. പിന്നെ കുറച്ച് കയറി പോവാം. പിന്നെ പാറ കൂടെ പിടിച്ച് കയറി കഴിഞ്ഞാൽ മുകളിൽ വാച്ച് ടവർ ഉണ്ട്. ഇപ്പൊ കോട കാരണം നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അവിടെ ഒരു വാച്ച് ടവർ കൂടെ ഉണ്ട്. അല്ല എന്താണെന്നറിയോ, നമുക്കിപ്പോ കയറി കഴിഞ്ഞാലും ചിലപ്പോൾ താഴേക്കുള്ള ഒരു വിഷ്വൽ എടുക്കണമെങ്കിലും പാടായിരിക്കും. താഴേക്കും ചിലപ്പോൾ മുഴുവൻ കോട കയറിയതുകൊണ്ട് നമുക്ക് അതിന് വേറെ നടക്കില്ല. അപ്പൊ എന്തായാലും അത് മറ്റൊരു അവസരത്തിലാവാം. നമുക്കിപ്പോ ഒനക്കോബാവ കിണ്ടി കാണാം. അലക്സേ, ഇവിടെ കുറെ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ. അരുവി ഇത് മുകളിൽ നിന്ന് അരുവി ഒഴുകി വരുന്നതാണ്. പ്യൂർ വാട്ടർ ആണ്. ഇത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കുടിക്കാൻ വേണ്ടിട്ടോ? ഇത് കുടിക്കാൻ ഉപയോഗിക്കാം. വേനലിലും പറ്റാത്ത ഉറവയാന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് വേറെ സ്റ്റോറി നമുക്ക് ഒനക്കോബാവയായിട്ട് മിക്സ് ചെയ്യാം. എന്തായിരിക്കും? അവര് വെള്ളം എടുക്കാൻ വേണ്ടി, ഭർത്താവിന് വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തു വന്ന സമയത്താണ് അവരിത് കണ്ടതെന്നാണ് പറയുന്നത്. ഇതാണ് ആ വെള്ളം എടുക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്ന അരുവി. അത് കണ്ടില്ലേ? നല്ല തെളിഞ്ഞ വെള്ളം. നല്ല ഇവിടെ ആളുകൾ വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ പൊല്യൂട്ടഡ് അല്ല, ആളുകൾ കയറി ഇറങ്ങിയൊക്കെ അതിൽ കൂടെ നടക്കുന്നൊക്കെ ഉണ്ട്. മുകളിൽ നിന്നുള്ള വെള്ളമെല്ലാം എടുക്കുന്നത് കുഴപ്പമില്ല. നല്ല ക്ലിയർ ആയിട്ട് വരുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇത് അപാരമായിട്ടുള്ള പാറക്കെട്ടുകൾ നോക്കി. പാറക്കെട്ടുകളുടെ ഇടയിലൂടെയുള്ള ഒരു നടത്തം, അത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം കേട്ടോ, അടിപൊളിയാ. അല്ല, ഈ വഴി അങ്ങോട്ട് നടന്നു വന്നേ നമ്മള് ഈ ഒബാമയുടെ അടുത്തേക്കാണോ? ഇത് ഒബാമയല്ല ആശാനെ, ഒനക്കെ ഒബാവയുടെ അടുത്ത്. തമാശക്കിടയ്ക്ക് പറഞ്ഞു പോകണ്ടേ, എങ്കിലല്ലേ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിങ്ങനെ നടന്ന് അങ്ങനെ പോകുമ്പോ നമ്മൾ കാണാൻ പോകുന്നതാണ് സാഗരമാണ്. ഇവിടെയാണ് ഒനക്കെ ഒബാവ കിണ്ടി. എന്ത് തിരക്കല്ലേ എന്റെ പൊന്നടാവ്! ഓ എന്റെ അമ്മോ, എന്നാ തിരക്കവിടെ! എല്ലാരും ഇവിടെ കേട്ടോ അലക്സേ, എല്ലാരും ഇവിടെ ഉള്ള. ഇത് ആളുകൾ വിസിറ്റ് ചെയ്യാൻ വരുന്നതിന്റെ മെയിൻ കാരണം തന്നെ ഒനക്കെ ഒബാവ കിണ്ടി. ഒനക്കെ എന്ന് പറഞ്ഞ സത്യത്തിൽ ഉലക്ക എന്നാണ് അർത്ഥം. കറക്റ്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. വി ഓൾ ഹാവ് ദാറ്റ്. സോ ദാറ്റ് പെസ്റ്റൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒലക്ക ഉപയോഗിച്ച് 1779 ഹൈദരലിയുടെ പട്ടാളക്കാരെ ഇടിച്ചു കൊന്ന ഒരു ധീര വനിതയാണ് ഒബാവ. ഈ ഒലക്ക കൊണ്ട് ഒബാവ എന്നാണ്. ഇടിച്ചു കൊന്നുകൊണ്ട് അവര് ഒലക്ക ഒബാവ അല്ലെങ്കിൽ ഒനക്കെ ഒബാവ എന്നറിയപ്പെടുന്നു. കിണ്ടി എന്ന് പറയുന്ന ആ സ്ഥലമാണ്, ഒരു ഗുഹയാണ്. ആ കുഴി, അതിൽ കൂടിയാണ് 1779 ഹൈദരലിയുടെ പട്ടാളം ഇത് കീഴടക്കി. കീഴടക്കാൻ വേണ്ടിയിട്ട് 3-4 തവണ ശ്രമിച്ചു. താഴെ മുഴുവൻ സീജ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടാളക്കാരുമായിട്ട് വന്ന് നിരന്നു. ഇവരാരും പുറത്തു കിടക്കാൻ അനുവദിക്കാതെ കീഴടങ്ങുമെന്നായിരുന്നു ഹൈദരാലി വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. അത് കാരണം ഹൈദരാലി വേറൊരു തന്ത്രം ഉപയോഗിച്ച് ചെറിയ ഒരു 3-4 സീക്രട്ട് എൻട്രൻസ് ഉണ്ട് ഇതിന്. ആ എൻട്രൻസിലൂടെ ആളുകൾ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരുന്നു. ഈ ഒനക്കെ ഒബാവയുടെ ഹസ്ബൻഡ് ഇവിടുത്തെ ഒരു ഗാർഡായിരുന്നു. ഇതിന് മുകളിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിന്റെ അവിടുത്തെ ഗാർഡാണ് ഒനക്കെ ഒബാവയുടെ ഹസ്ബൻഡ്. ഒനക്കെ ഒബാവ അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വന്നതാണ്. അപ്പം ഹസ്ബൻഡ് ഇതിന് തൊട്ട് മുകളിലൊരു ചെറിയൊരു ഗുഹയുണ്ട്. അതാണായിരുന്നു വീട്, ഇല്ലെങ്കിൽ താൽക്കാലികമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കിയപ്പം വെള്ളമില്ല. വെള്ളം എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഈ കിണ്ടി വഴി ആളുകൾ കയറി വരുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോ വീട്ടിൽ പോയിട്ട് ഭർത്താവിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ
ഈ ഒലക്കെടുത്ത് വന്ന് താഴെ ഇറങ്ങി ഓരോരുത്തരെയായിട്ട് ഇടിച്ച് കൊല്ലുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇടിച്ച് കൊന്ന ശേഷം കയറി വരുമ്പോൾ ഇടിച്ചു കൊല്ലും, എന്നിട്ട് ഇയാളെ എടുത്ത് മാറ്റി ഒരു സ്ഥലത്തിടും. അത് കണ്ട് അടുത്ത ആൾ കയറി വരും. അങ്ങനെ ഒരുപാട് പേരെ കൊന്നു. അവസാനം അവരും ഒരുപാട് പേരെ കൊന്നെങ്കിലും ഒടുവിൽ ഈ സ്ഥലം ഹൈദരാലിയുടെ പട്ടാളം കീഴടക്കിയെന്നാണ് ചരിത്രം. അപ്പോൾ പ്രതിരോധത്തിന്റെ ചിത്രദുർഗയുടെ 1-ാം നമ്പർ ആളാണ് ഒനക്കെ ഒബാവ എന്ന് പറയുന്നത്. ഒനക്കെ ഒബാവ കിണ്ടി, അങ്ങനെ ആ ഒരു സ്ഥലം നമ്മൾ, ആ സ്ഥലത്തിന്റെ പേരാണ് ഒനക്കെ ഒബാവ കിണ്ടി എന്ന് പറയുന്നത്. ആളുടെ പേര് ഒനക്കെ ഒബാവ. ഈ കിണ്ടി എന്ന് പറയുന്നത് ഇതെല്ലാം കന്നഡയുള്ള ഭാഷ ആയിരിക്കുമല്ലോ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും അത് ഒരു പുതിയ അറിവായി. വേറൊരു കാര്യം കൂടെ പറയാം. സത്യത്തിൽ ഇതല്ല ഒനക്കെ ഒബാവയുടെ കിണ്ടി. വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്നൊരു സിനിമാ നടനുണ്ട് കന്നഡത്തിൽ, മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച നാഗരഹാവു എന്ന് പറഞ്ഞ ഒരു ഫിലിമുണ്ട്. അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഒനക്കെ ഒബാവ കിണ്ടിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് മുകളിലുള്ള ഒരു ബിൽഡിംഗ്, ഒരു കേവ് അവരുടെ വീടായിട്ടും, ഇതിന് മുകളിലുള്ള ഒരു വാച്ച് ടവർ അദ്ദേഹത്തിന്റെ വാച്ച് ടവർ ആയിട്ടും കാണിച്ചു. അത് കാരണം ഇത് ഫേമസ് ആവുകയും ആളുകൾ ഇങ്ങോട്ട് വരികയും ചെയ്തു. സത്യത്തിൽ ഈ കോട്ടയുടെ ഉള്ളിൽ തന്നെ വേറെ എവിടെയാണ് അത് തകർന്നു പോയി എന്നാണ് നമ്മുടെ ബസവരാജ് സാർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഇതാണ് ഇപ്പൊ പോപ്പുലറൈസ് ആയത്, ആളുകൾ ഇത് ആഘോഷിക്കുന്നു. നമുക്കെന്നാ പോയി കണ്ടിട്ട് വന്നാലോ? എന്തായാലും ഇത്രയും ഹിസ്റ്ററി ഇതിനോടൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അലക്സേ, നമുക്കിനി ഇങ്ങനെ വേണം പോകാനായിട്ട്. നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോയിട്ട് പിന്നെ ഈ റൂട്ടിൽ കൂടെ വരും. സത്യത്തിൽ ഇതിലൊന്നും വരാൻ പറ്റൂല. ഇതിലെ വരാൻ പറ്റും. സത്യത്തിൽ ഇതുമല്ല പാസേജ്. ശരിക്കും അവര് പുറത്തുനിന്നല്ലേ വന്നത്. അത് ശരിയാണല്ലോ, ശരിയല്ലേ? അപ്പൊ അവര് പുറത്തുനിന്നാ വന്നത്. മണ്ടന്മാരൊന്നും അതിൽ വന്നപ്പോരെ അല്ലേ? വന്നപ്പോരെ. പക്ഷെ ആ വഴി അടച്ചിട്ടിരിക്കുകയെന്നാണ് ബസവരാജ് സാർ പറഞ്ഞിരിക്കുന്നത് നമ്മോട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ? ഓക്കെ, പോയി നോക്കാം. ഇത് തെറ്റും അല്ലേ? സൂക്ഷിച്ചിറങ്ങിയാൽ മതി, പറ്റുവാണെങ്കിൽ ഇറങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ വിട്ടാരെ. അലക്സേ, നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു. അവിടെ നിറച്ചു ആൾക്കാർ. നമുക്ക് അതിലെ പോകാൻ പറ്റുമോ? നമുക്ക് നോക്കാം. പുറത്ത് നല്ല മഴയാണ്, അവര് കേറുന്നില്ല, ഭയങ്കര ഒച്ചപ്പാടുവാ. അതാണ് നമുക്ക് എന്തായാലും എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അതിൽ കൂടെ കയറി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. വേറെ നിവൃത്തിയൊന്നുമില്ല. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കാണുമെന്ന് അറിയില്ല, എങ്കിലും വെറുതെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കോട്ടോ. എവിടെ, എങ്ങനെ, അങ്ങനെ, ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന ഒരു പാവത്തിനെയാണ് ഈ ഒനക്കെ ഒബാവ ഒലക്കൊണ്ടിടിച്ചു കൊന്നത്. അലക്സേ, വല്ലാത്തൊരു ചതിയായി പോയത്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ മോനെ? അതിന്റെ ഇടയ്ക്കൂടെ കേറി വന്നത് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് വരുന്ന ഒരു പടയാളിയെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നതാ? അതാണ്. അല്ല, വേറെ കാര്യമുണ്ടേ, അയാൾ അത് കേറുന്നേക്കാളും ഭേദം അവിടെ തന്നെ കിടന്ന് മരിക്കുന്ന. തലയിടിച്ച് ചിലപ്പോ ചാവും. അതെങ്ങാനും തെറ്റിയിരുന്നെങ്കിൽ. അതാണ് ഒരു കാര്യം. ഈ സ്ഥലത്താണ് ഒനക്കെ ഒബാവയുടെ വീടിരുന്നതെന്ന് വിശ്വസിക്കുന്നത്. അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, നാഗരഹാവു എന്ന് പറയുന്ന സിനിമയില് ഇതാണ് വീടായിട്ട് കാണിച്ചിരിക്കുന്നതും താഴെയുള്ളത് ഒനക്കെ ഒബാവയുടെ കിണ്ടിയായിട്ട് കാണിച്ചിരിക്കുന്നതും. ഈ കല്ലിന്റെ പടവുകളൊക്കെ പിന്നീട് വന്നാണ്. അതിന് മുമ്പ് മൺറോഡായിരുന്നു, അല്ലെങ്കിൽ മണ്ണിന്റെ വഴിയായിരുന്നു ഇവിടെ താഴെ വരെ ഉള്ളത്. ആ സിനിമയിലും നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവർ ചെയ്തായിരിക്കും അല്ലേ? അതിനുശേഷം ഇത് എടുത്ത് മറ്റേ ചെയ്താണ്, കാരണം കോൺക്രീറ്റ് വെച്ച് മിക്സ് ചെയ്ത് അവർ സെറ്റ് ചെയ്താ. ഇതെന്താ ഈ കാണുന്ന ഒരു കൽമണ്ഡപം പോലെ കണ്ടില്ലേ? ഇതാണ് ഒനക്കെ ഒബാവയുടെ അടക്കിയിരിക്കുന്ന സ്ഥലം. അവിടുന്ന് സത്യത്തിൽ വേറൊരു കെട്ടുകൊണ്ടായിരുന്നു, തകർന്നടിഞ്ഞു പോയി. പിന്നീട് അവർ മാറ്റി കെട്ടി ഉണ്ടാക്കിയ പുതിയ കെട്ടാണ്. ഇതൊക്കെ പുതിയ കെട്ടാ. പക്ഷെ ഇവിടെയാണ് ഒനക്കെ ഒബാവയെ അടക്കിയിരിക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങി. ഇതാണ്. ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് ഭാഗങ്ങളിലൂടെ കയറാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നടക്കില്ല. ഒന്നും മഴയാണ്, പിന്നെ മഞ്ഞുണ്ട്. നമുക്കൊന്നും കാണാൻ പറ്റില്ല. നോക്കി നോക്കാം, പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ. എന്തായാലും ദൗത്യം ഉപേക്ഷിച്ചിരിക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ മഴയൊന്ന് താഴും, പിന്നെയും കൂടും. നമ്മൾ കയറുന്ന സമയത്ത് മഴ പെയ്യുന്നെങ്കിൽ പണി പാടും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ മുകളിൽ കയറാന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും കയറാം. ഇപ്പോൾ പറ്റില്ല കേട്ടോ, കാരണം തെന്നി കിടക്കുകയാണ്, നല്ല വഴുക്കലുണ്ട്. നമ്മൾ മുകളിൽ കയറുന്ന സമയത്ത് കാലാന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരുമല്ല, കിട്ടുമായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പീസുകളൊക്കെ കിട്ടും. എന്തിനാ വെറുതെ? അതെ. അല്ല, സാർ അപ്പോഴേ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ കയറി, ഞാനില്ല, ഞാൻ താഴെ കണ്ടേക്കാന്ന് പറഞ്ഞു. പക്ഷെ റിസ്ക് ആട്ടോ, ആരും തന്നെ ഇപ്പൊ കയറുന്നില്ല, എല്ലാവരും നിർത്തി. ഇപ്പൊ എന്താ വെച്ചാൽ സെക്യൂരിറ്റി പറഞ്ഞു കയറ്റി വിടുന്നില്ല. അത് വേറൊരു കാര്യം കേട്ടോ, അത് നമ്മൾ പറയാൻ വിട്ടുപോയി. ആൾക്കാരൊന്നും ഇപ്പൊ ആരും മുകളിലേക്ക് കയറുന്നില്ല. അതിന്റെ മുകളിൽ കണ്ടോ തുഞ്ചത്ത്, അവിടെയാണ് നമുക്ക് പോകേണ്ടിരുന്നത്.
പക്ഷെ അടുത്ത തവണ എന്തായാലും നമ്മളത് കീഴടക്കും. നമ്മൾ കീഴടക്കിയിട്ടുള്ള ശീലമേ ഉള്ളൂ എല്ലായിടത്തും, അല്ലേ? എന്തായാലും നമ്മളത് കീഴടക്കും. പക്ഷെ ഈ ഒരു അവസരത്തിൽ വേണ്ട. ഇപ്പം എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാനായിട്ടൊന്നും അങ്ങനെയില്ല. ഈ പറയുന്ന വാച്ച് ടവറും പിന്നെ ഒരു ടെമ്പിളും ആണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളൂ. ബാക്കി ഒരുപാട് ഹൈറ്റിലുമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിച്ചം വേണ്ടേ? അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ അതിൻ്റെ മുകളിൽ കയറുന്ന വീഡിയോ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഈ തവണ ക്ഷമിക്കുക. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നേരെ തിരിച്ചടക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. വന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എവർക്കും ബൈ.